നമസ്കാരം. ടോക്കിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊപ്പം പി.എസ്. ജയഹരി ചേട്ടനാണ്. ഹായ്. നമസ്കാരം ചേട്ടാ. ഹായ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്ത കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിനെ പറ്റിയാണ്. ഇൻസ്പയർ ചെയ്ത മ്യൂസിക് കമ്പോസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്. ഇപ്പം കേട്ടിട്ടുള്ള പല പാട്ടുകളും നമുക്ക് ഇൻസ്പയർ ചെയ്യാം. എന്നാലും അതിൽ കുറച്ച് പേരുടെ പാട്ടുകൾ അല്ലെങ്കിൽ കുറച്ച് കമ്പോസേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ കമ്പയർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നോക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷനാണ്. അങ്ങനെ അങ്ങനെ വെച്ചിട്ടുള്ള കുറച്ച് കമ്പോസേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ ഓഫ് കോഴ്സ് ഇളയരാജ, AR റഹ്മാൻ, വിദ്യാസാഗർ, അവർ മൂന്ന് പേരും എല്ലാവരുടെയും ഇൻസ്പിറേഷൻസ് ആയിരിക്കും. എൻ്റെയുമാണ്. പക്ഷെ അവരെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഈ ഒരു ഒരു എപ്പിസോഡ് എപ്പിസോഡിൽ ഒന്നും തീർക്കാൻ പറ്റില്ല. തീർത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഫോട്ടോയുടെ ഒരു ഓർഡറിൽ പറയുകയാണെങ്കിൽ, ഞാൻ വെച്ചിരിക്കുന്ന ഫോട്ടോ ആ കൊളാഷിൻ്റെ ഓർഡർ പറയുകയാണെങ്കിൽ, ബോളിവുഡിലെ പഴയൊരു കമ്പോസറുണ്ട് ഖയാം. ഞാനൊരു ഒറ്റ പാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഫാനായി മാറിയത്. കബി കബി മേരെ ദിൽ മേ, കബി കബി മേരെ ദിൽ മേ. അപ്പോൾ അതിൽ ശരിക്കും സാഹിർ ലുധിയാനവി എന്ന് പറയുന്ന പോയറ്റിൻ്റെ ഒരു പോയമായിരുന്നു അത്. അത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഡയറക്ടർ വേണമെന്ന് പറഞ്ഞിട്ട് എടുക്കുകയും ആ പോയം ഇദ്ദേഹം ട്യൂൺ ചെയ്യാറുണ്ട്. അപ്പോൾ വരികൾക്ക് ട്യൂൺ ഇടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രീതി എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാലങ്ങൾ കൊണ്ട് നമ്മൾ കൊണ്ടുവരുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ട് ട്യൂൺ കൊടുത്തിട്ട് ലിറിക് റൈറ്റർ വരികൾ എഴുതുകയാണ്. അപ്പോൾ അവിടെ ഈ മ്യൂസിക് ഡയറക്ടറിന് ഒരുപാട് ഫ്രീഡം ഉണ്ട്. ലിറിക്സിൻ്റെ ഒരു മീറ്ററിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചോ ഒരുപാടൊന്നും മ്യൂസിക് ഡയറക്ടർ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന മീറ്ററിൽ പിന്നെ അത് ലിറിക്സ് റൈറ്ററിൻ്റെ തലവേദനയാണ് അതിൽ എഴുതി 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 എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഒരു ലിറിക്ക് കിട്ടിയിട്ട് അതിനെ ട്യൂൺ ചെയ്യുക എന്ന് പറയുമ്പോൾ മ്യൂസിക് ഡയറക്ടറിൻ്റെ ഫ്രീഡം ഭയങ്കരമായിട്ട് ലിമിറ്റഡ് ആവാനാണ്. കാരണം അതിനൊരു മീറ്ററുണ്ട്. ആ മീറ്ററിന് നമുക്ക് ഒരുപാടൊന്നും അതിനെ ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ വരികൾ ഒരു വരിയൊക്കെ ചിലപ്പോൾ കട്ടായി പിരിഞ്ഞു വരും. മീനിങ് വ്യത്യാസം. പിന്നെ ഈ വരികളുടെ ഒരു മീനിങ്, അതിൻ്റെ ഒരു ഡെപ്ത്, അത് മനസ്സിലാക്കി ട്യൂൺ ചെയ്യുക എന്ന് പറയുന്നതും അത് കമ്പോസറിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് ആണ് ഞാൻ കരുതുന്നത്. എനിക്കങ്ങനെ ഒരുപാട് പാട്ടുകൾ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതിനകത്ത് ഒരൊറ്റ പാട്ട് മാത്രമേ ഞാൻ എഴുതിയിട്ട് ട്യൂൺ ചെയ്തിട്ടുള്ളൂ. കാടകലം എന്ന് പറഞ്ഞ സിനിമയിലെ BK ഹരിനാരായണൻ ചേട്ടന് സംസ്ഥാന അവാർഡ് കിട്ടിയ കനി എന്ന് പറഞ്ഞ പാട്ട്, അത് ചേട്ടൻ എഴുതിയിട്ട് ഞാൻ ട്യൂൺ ചെയ്തതാണ്. അപ്പോൾ അത് ട്യൂൺ ചെയ്ത സമയത്ത് ഞാൻ അനുഭവിച്ചതാണ്, നല്ല ബുദ്ധിമുട്ടാണ് ഈ സാധനം ചെയ്യുക എന്ന് പറയുന്നത്. ഈ പാട്ടിൽ കബി കബി മേരെ ദിൽ മേലൊരു വരിയുണ്ട്, തു അബ് സെ പെഹലെ സിത്താരോ മേ ബസ് രഹി ഥി എന്നാണ്. നീ ഇതിനു മുൻപ് നക്ഷത്രങ്ങൾക്കിടയിൽ ജീവിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ. അത് കാമുകൻ കാമുകിയോട് പറയുന്നതാണ്. ആ ട്യൂൺ വരുന്നത് തു അബ് സെ പെഹലെ സിത്താരോ മേ ബസ് രഹി ഥി കഹി എന്നാണ്. ആ ട്യൂണിൽ ആ വരിയുടെ എല്ലാ അർത്ഥമുണ്ട്, എല്ലാ മീനിങ്ങും റൊമാൻസും ഉണ്ട് ഒരൊറ്റ വരിയിൽ. ആ അതുകൊണ്ടാണ് ആ പാട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഖയാം ഈസ് വൺ ഓഫ് മൈ ഇൻസ്പിറേഷൻസ്. പിന്നെ പറയാൻ RD ബർമൻ. RD ബർമനെ കുറിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞിടത്താണ് ഒരു എപ്പിസോഡ് തികയാതെ വരും. എന്നാലും RD ബർമൻ്റെ ചില സ്റ്റൈൽസ് എന്ന് പറഞ്ഞപ്പോൾ ചുരാലിയ ഹെ എന്ന പാട്ട് ശരി ഗ്ലാസ്സുകൾ തട്ടിയൊരു മ്യൂസിക്കിലാണ് തുടങ്ങുന്നത്. എൻ്റെ ഗ്ലാസ്സിൽ കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. കുറച്ച് വേറെ ഇൻസ്ട്രുമെൻസ് അല്ല, അത് ഗ്ലാസ് കൊണ്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ മെഹബൂബ എന്ന് പറയുന്ന പാട്ട്, അത് ആ കാലഘട്ടത്തിലൊക്കെ നമുക്കിപ്പോൾ കിട്ടുന്ന പോലെ വേൾഡ് മ്യൂസിക്കിനെ പരിചയിക്കാനുള്ളൊരു സമയം, ഒരു സിറ്റുവേഷൻ അതില്ല, ആ സമയത്തില്ല. ഷോലയുടെ സോങ്ങാണ്. അപ്പോൾ പക്ഷേ മെഹബൂബ എന്ന് പറയുന്നൊരു പാട്ടൊരു അറബിക് പേർഷ്യൻ മ്യൂസിക്കിൻ്റെ ഒരു സ്റ്റൈൽ, അങ്ങനെ എല്ലാ സ്റ്റൈൽസും ആ മൾട്ടിപ്പിൾ ജോണേഴ്സ് മിക്സ് ചെയ്താണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത്. അത്തരം സാധനങ്ങൾ ബോളിവുഡിലോട്ട് കൊണ്ടുവന്ന RD ബർമൻ ഈസ് വൺ ഓഫ് ദ മാസ്റ്റേഴ്സ്. അങ്ങനെ RD ബർമൻ ഒരു ഇൻസ്പിറേഷനാണ്. പിന്നെ പറയാനാണെങ്കിൽ ശരത് സാർ. ശരത് സാറിൻ്റെ 2 സോങ്സിനെ കുറിച്ചാണ് എപ്പോഴും പറയാനുള്ളത്. ഒന്ന് മായാമഞ്ചരൻ, അത് കുട്ടിക്കാലത്ത് ദൂരദർശനിൽ ചിത്രഗീതത്തിൽ കേട്ട ഓർമ്മയൊക്കെ എപ്പോഴും ഉണ്ട്. അത് കേട്ടിങ്ങനെ ഫ്രീസ് ആയിരുന്നിട്ടുണ്ട്. നമ്മൾ അതുവരെ കേൾക്കാത്തൊരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു മ്യൂസിക് സ്റ്റൈൽ, ഒരു ശൈലി. പിന്നെ വേണുഗോപാൽ സാറിൻ്റെയും രാധികത്തിലൊക്കെ ഓർക്കുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ളതാണ്, ഇപ്പോൾ നമ്മളോട് ഇല്ല. അപ്പോൾ അവർ രണ്ടുപേരുടെയും ആ വോയിസിൻ്റെ ഒരു മാജിക്കും. പിന്നെ PK ഗോപി എന്ന് പറയുന്ന ലിറിക് റൈറ്ററാണ് അത് എഴുതിയിരിക്കുന്നത്.
ലിറിക്സൊക്കെ ഗംഭീരമാണ്. അതിൽ ഹംസധ്വനി എന്ന രാഗത്തിലാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹംസധ്വനിയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഹംസധ്വനിക്ക് വല്ലാത്തൊരു പ്രാധാന്യമുണ്ട്. പവിഴമഴയെ ഹംസധ്വനിയുടെ ഒരു ലൂസ് അഡാപ്റ്റേഷനാണ്. അതിൻ്റെ അതിന് പല്ലവി പോർഷനിൽ ഈ ഈ രാഗം വരുന്നുണ്ട്. പക്ഷേ ഈ രാഗം വരണമെന്ന് കരുതി ചെയ്തതല്ല. ചിലപ്പോൾ അങ്ങനെ ഒരു രാഗത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞത് ചിലപ്പോൾ തെറ്റിപ്പോയേനെ. അപ്പോൾ അത് ഞാൻ കമ്പോസ് ഞാൻ അറിയാതെ ആ രാഗത്തിൻ്റെ എലമെൻറ്റ്സ് വരികയാണ്. അപ്പോൾ അത് കേട്ടിട്ട് വിനായകാണ് പറഞ്ഞത്, ചേട്ടാ ഇത് ഹംസധ്വനിയല്ലേ എന്ന് വിനായകാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഹംസധ്വനി എന്ന രാഗം വന്നെന്ന് അറിയുമ്പോൾ ഡയറക്ടർ വിവേക് എന്ന് ചോദിച്ചു, ചില പാട്ടുകളൊക്കെ ഒന്ന് പാടാമോ? ഒരുപാട് പാട്ടുകളുണ്ട്. ഹംസധ്വനിയിൽ ഫിലിം സോങ്ങാണെങ്കിൽ രാഗങ്ങളെ ആ പാട്ട്, പിന്നെ മനതാരിലെന്നും, പിന്നെ രാജാ സാറിൻ്റെ വാനിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ, ഇതൊക്കെ ഹംസധ്വനിയുണ്ട്. പക്ഷേ ഒരുപാട് റഹ്മാൻ സാറിൻ്റെ വെള്ളை പൂക്കൾ ഉലകം അതൊക്കെ ഹംസധ്വനിയാണ്. പക്ഷേ ഹംസധ്വനിയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് മായമഞ്ചലിനാണ്. മായമഞ്ചൽ അത് കേൾക്കുമ്പോൾ എക്സ്റ്റൻസീവ് ഉണ്ട്. ഒരു വല്ലാത്തൊരു നമ്മൾ വേറെ ലോകത്തെങ്ങാണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നൊരു ഫീലുണ്ട്. പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ ആയിരുന്നാലും ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു പഴയ പാട്ടാണെന്ന് തോന്നത്തില്ല. അതിൻ്റെ ഇൻസ്ട്രുമെൻഷണൽ റിച്ച്നെസ്സും ഒക്കെ ഇപ്പോഴും വളരെ വളരെ എന്താണ്, അതൊരു വിൻറ്റേജ് ഒരു ഫീലേ ഉണ്ടാവില്ല ആ പാട്ട്. അതങ്ങനെയാണ് ശരത് സാർ ചെയ്തിരിക്കുന്നത്. പിന്നെ ശരത് സാറിൻ്റെ വേറൊരു പാട്ട്, ആ പാട്ടിങ്ങനെ അതെന്താണ് ചെയ്തിരിക്കുന്നതൊക്കെ അന്വേഷിച്ച് അല്ലെങ്കിൽ അതിന് ഡെപ്തിലോട്ടിറങ്ങി അതിനെ അനലൈസ് ചെയ്തൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാട്ടാണ് മാലേയ. അത് അത് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് മ്യൂസിക്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ പാട്ട് ഇപ്പോഴും, അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ കേട്ടത് നമുക്കൊരു പുതിയ പാട്ടിൽ തോന്നും, ഒരു പഴയ പാട്ടിട്ട് തോന്നിയിട്ടില്ല. തച്ചുള്ളി വർഗീസ് ശേഖർ പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 20-25 വർഷം കഴിഞ്ഞു തോന്നുന്നു. എന്നാലും അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ ഗ്രേറ്റ്നെസ് ഗംഭീരമാണ്. അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആയിരുന്നാലും പിന്നെ ചിത്രേച്ചിയുടെ വോയിസ്, അത് യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റൈൽ, അതിൻ്റെ മിക്സിങ്, എനിക്ക് തോന്നുന്നു അത് റഹ്മാൻ സാറിൻ്റെ പാട്ടുകൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്നത് എച്ച് ശ്രീധർ അദ്ദേഹമാണെന്ന് തോന്നുന്നു അത് മിക്സ് ചെയ്തത്. ശ്രീധർ സാർ ഇസ് വൺ ഓഫ് ദ ലേറ്റസ്റ്റ് മിക്സിംഗ് എഞ്ചിനീയേഴ്സ് എവർ ലീവ്ഡ് ഇൻ ഇന്ത്യ, ഇൻ ഇന്ത്യൻ മ്യൂസിക്. ഇപ്പോഴത്തെ പല മിക്സിംഗ് എഞ്ചിനീയേഴ്സിനും ഒരു വല്ലാത്ത ഭയങ്കര ഇൻസ്പിറേഷനാണ് ശ്രീധർ സാറാണത് മിക്സ് ചെയ്തിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. ബാക്കി വർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം തമിഴിലെ ആർട്ടിസ്റ്റുകളാണ്, തമിഴിലെ മ്യൂസീഷ്യൻസാണ് അതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ശിവമണി സാറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എണീറ്റ് നിന്നുകൊണ്ട് മാത്രമല്ല സംസാരിക്കുന്നത്, അത്ര റെസ്പെക്റ്റോടെ സംസാരിക്കാൻ പറ്റും അങ്ങനെ ഒരു പാട്ടിനെ കുറിച്ച്. പിന്നെ ശരത് സാറിനെ പോലെ ഒരു വല്ലാത്തൊരു ഇൻസ്പിറേഷനാണ് എസ് പി വെങ്കടേഷ്. എസ് പി വെങ്കടേഷിനെ പറ്റി പറയാനും നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ ചുരുക്കി പറയണം. ഒരുപാട് വെങ്കടേഷ് സാറിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. വെങ്കടേഷ് സാറിൻ്റെ ഒരു പാട്ട്, താമരക്കണ്ണ് ഉറങ്ങണമെന്ന പാട്ട്, പിന്നെ അതുപോലെ താലോലം പൂമ്പൈതലേ എന്ന പാട്ടാണ്. അത് രണ്ടും ലല്ലബൈസാണ്. ഈ രണ്ട് പാട്ടുകളും ആട്ടുതൊട്ടിൽ എന്ന പാട്ടിന് ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് വിവേകിൻ്റെ ഒരുപാട് നല്ല മ്യൂസിക് ലിസണിങ് ഉള്ള ആളാണ് വിവേക്, അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ വിവേക് എന്നോടിങ്ങനെ പറഞ്ഞു, ഈ താലോലം പൂവും പൈതലെ പോലൊരു പാട്ട്, ഇതുപോലത്തെ ഒരു പാട്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു, വിവേക് ഇങ്ങനെ ഈ റെഫറൻസ് തരാൻ ഭയങ്കര എളുപ്പമാണ്, ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചോടെ തരുന്നത്, ഇതൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പക്ഷേ ആ സമയത്ത് ഈ പാട്ടിനെ കുറിച്ചും ഈ താലോലം പൂവും തരുന്ന പാട്ടൊക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആട്ടുതൊട്ടിരുന്നൊരു പാട്ടുണ്ടായതിന് പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കരമായൊരു ഇൻസ്പിറേഷൻ, പ്രേരക ശക്തി എന്നൊക്കെ പറയാവുന്ന ഒരു സാധനമാണ് സാറിൻ്റെ ഈ രണ്ട് പാട്ടുകൾ. ഇപ്പോഴും കേൾക്കുന്ന പാട്ടുകളാണ്. ഇപ്പോഴും എൻ്റെ ചേട്ടൻ്റെ മക്കളെയൊക്കെ പണ്ട് ഇത് പാടി ഉറക്കാറുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഇപ്പോഴും അതെ അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ട് ലൈഫുമായിട്ടൊക്കെ എനിക്ക് എൻ്റെ ലൈഫിലെ പല സിറ്റുവേഷൻസുമായിട്ടും എസ് പി വെങ്കടേഷ് സാറിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. റൊമാൻറ്റിക് സോങ്സ് ആയിരുന്നാലും എന്തായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അപ്പം സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പ്രത്യേക സ്റ്റൈലുണ്ട്. അതായത് ജോഷി സാറിൻ്റെ സിനിമകൾ ധ്രുവം, കൗരവർ, ഇതിലൊക്കെ കൗരവറിലെ പാട്ടിലെടുത്ത് പറയേണ്ടതാണ് മുത്തുമണത്ത് പോലെ തന്നെ.
ആഹ്, ഈ സ്കോറിങ്ങിൽ സാറിൻ്റെ ഒരു പ്രത്യേക ശൈലിയുണ്ട്. ഫൈറ്റ്സ് ഫൈറ്റ് സീൻസിൽ നമ്മൾ സാധാരണ മ്യൂസിക് ചെയ്യുമ്പോൾ അത് ഫില്ല് ചെയ്താണ് മ്യൂസിക് കൊടുക്കുന്നത്. ഇടയ്ക്ക് പോസ് വരത്തില്ല. കാരണം ഫൈറ്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഫൈറ്റിങ് അത് അങ്ങ് വളരെ ഫാസ്റ്റ് എഡിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഫൈറ്റ്സിൻ്റെ സ്കോർ എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് കൂടുതൽ. എന്നാൽ അതിൽ സൈലൻസ് കൊണ്ടുവന്നിട്ട് ഭയങ്കര ഒരു മാജിക് കാണിച്ച മനുഷ്യനാണ് വെങ്കടേഷ് സാറ്. ധ്രുവത്തിൽ ഒരു ഫൈറ്റ് ഉണ്ട്, വിക്രം സുരേഷ് ഗോപി കൊണ്ടൊരു ഒരു കാട്ടിനകത്തൊരു ഫൈറ്റ് ഉണ്ട്. അതിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചരടൻ നിൽക്കും മ്യൂസിക്. അവിടെ ഫൈറ്റ് നിൽക്കില്ല, പക്ഷേ ആ സ്റ്റോപ്പിങ്സ് ഭയങ്കര രസമാണ്. ആ പോസൽ കൊടുക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിയാണ്. ഇനി ആ സീൻ കാണുമ്പോൾ ശ്രദ്ധ മനസ്സിലാവും, ഭയങ്കര ബ്യൂട്ടിയാണ് അതിന് കൊടുക്കുന്നത്. സാറിൻ്റെ സ്കോർ, ഇപ്പോൾ ദേവാസുരത്തിലെ സ്കോർ, ദേവാസുരത്തിലെ ഈ ഇദ്ദേഹം ലാലേട്ടനൊരു പടി ഇറങ്ങി വരുന്ന സീനുണ്ട്. അപ്പോൾ ഒരു മ്യൂസിക് സാധനം അത് ആ മ്യൂസിക് ഒരു പഞ്ച് ഭയങ്കരമാണ്. സാറിൻ്റെ എസ് വി വെങ്കടേഷ് സാറിനെ പറ്റി പറയുമ്പോൾ പലരും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി പറയാറില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് സ്ഫടികത്തിലെ സ്കോർ, ആ സ്ഫടികത്തിലൊക്കെ സ്കോറ് ഭയങ്കര ഡിഫറെൻ്റ് സാധനമാണ്. അത് നമ്മൾ ഈ ഈ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് കയറി വിടുന്നൊരു സീനുണ്ട്. ഈ പെങ്ങളെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം ആടുതോമ കയറി വിടുന്ന സീനുണ്ട്. അവിടെ ഒരുപാട് ഇൻസ്ട്രുമെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു ഡ്രംസിൻ്റെ ഒരു ഡിലേ മാത്രം, അങ്ങനെ ഒരു സാധനം മാത്രം കൊടുത്തിട്ടാണ് അവിടെ ആ ഒരു പഞ്ച് കൊണ്ടുവരുന്നത്. അപ്പം സാധാരണ നമ്മൾ അങ്ങനെ ഒരു സാധനം ഇപ്പോൾ ഒരു സീനിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തോന്നില്ല ആ സാധനം. അങ്ങനെ ഭയങ്കര ഡിഫറൻ്റായിട്ട്. പിന്നെ മാത്രമല്ല, ആ സമയത്ത് അദ്ദേഹം ഒരുപാട് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനിടയിൽ കൂടെയാണ് ഇങ്ങനെയുള്ള എക്സ്പെരിമെൻ്റൽ സാധനങ്ങളും ചെയ്യുന്നത്. ഇത് റിയൽ ജീനിയസ് സാറിൻ്റെ. പിന്നെ എടുത്തു പറയേണ്ട, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എടുത്തു പറയേണ്ട വേറൊരാളാണ്. അദ്ദേഹവും എൻ്റെ ഒരു വലിയ ഇൻസ്പിറേഷനാണ്. അദ്ദേഹത്തിൻ്റെ പേര് എസ് ബാലകൃഷ്ണൻ എന്നാണ്. പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയത്തില്ല, പക്ഷേ മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഗംഭീരമായൊരു വില്ലൻ ഇൻട്രോ എന്ന് പറയുന്നത് എസ് ബാലകൃഷ്ണൻ്റെ മ്യൂസിക്കിലാണ് അതിൻ്റെ പഞ്ചിരിക്കുന്നത്. ജോൺ ഹോനായിട്ട് അത് നായികയുടെ കയ്യിൽ നിന്നൊരു ടിന്നിങ്ങനെ ഉരുണ്ട് വന്ന് അതിങ്ങനെ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ആ മ്യൂസിക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ സീനിന് മുമ്പ് ജോൺ ഹോനായി എന്നൊരു റെഫറൻസ് ആ സിനിമയിലില്ല. ഇപ്പോൾ ജോൺ ഹോനായി എന്നൊരാളെ നമ്മൾ അപ്പോഴാണ് കാണുന്നത്. അതും റിസബാവയുടെ രണ്ടാമത്തെ സിനിമയാണ്. അപ്പോൾ റിസബാവയെ തന്നെ ശരിക്കും പ്രേക്ഷകർക്ക് അറിയില്ല. ഈ ഒരൊറ്റ മ്യൂസിക്കിലാണ് അത് ഹുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ ഒരു തീം പ്ലേ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസ് അതാണ്. നമ്മളെ ഈ കാണുന്ന പ്രേക്ഷകന് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ഹീ സംതിങ് ഇൻ ദിസ് മൂവി എന്ന് പറയുന്നൊരു ഫീല് കൊടുക്കുന്നത് ആ സ്കോറിലാണ്. പിന്നെ ആ സ്കോറാണ് ആ ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിറ്റി രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നതാണ്. അത് ഭയങ്കര പാടാണ് ആ സാധനം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ക്യാരക്ടറും ഫെയിലായി പോകും. ആ സിനിമയുടെ ടോട്ടാലിറ്റി തന്നെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ഈ സ്കോർ കമ്പോസിങ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അതാണ്, പേടി അതാണ്. കാരണം ഈ സീനിൽ ഈ സ്കോറിന് ഇങ്ങനൊരു വൈറ്റൽ റോള് പ്ലേ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ടെൻഷൻ അടിക്കും. ഓക്കെ, പക്ഷേ അവിടെ ഇത്രയും ഗംഭീരമായിട്ട് ഇതിലപ്പുറത്തേക്ക് ആ വില്ലനെ അവിടെ പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത്രയും മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ വേറെയും ചില മ്യൂസിക്കുണ്ട്. ഇവരുടെ ആ നാൽവർ സംഘത്തിൻ്റെ ഒരു തീമുണ്ട്. അവർക്ക് അബദ്ധങ്ങളുണ്ടാകുമ്പോൾ ഒരു മ്യൂസിക്. ഇപ്പോഴത്തെ പല റീൽസിലൊക്കെ ആ മ്യൂസിക് നമ്മൾ പലയിടത്തും പ്ലേസ് ചെയ്യാറുണ്ട്. സോ അത്തരം സാധനങ്ങൾ ഇൻഹരിടുന്നതിൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ആണ്. പിന്നെ അദ്ദേഹമാണ് ആദ്യത്തെ സിദ്ദിഖ് ലാൽ കോംബോയുടെ ആദ്യത്തെ 4 സിനിമകളും അദ്ദേഹമായിരുന്നു. റാംജിറാവു, ഇൻഹരിടുന്നവർ, ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി. ഇതിലെല്ലാത്തിനും ഇപ്പോൾ വിയറ്റ്നാം കോളനിയിൽ തന്നെ റാവുത്തർ എന്ന് പറഞ്ഞ പ്രസൻറ്റേഷനാണ്. ഈ റാവുത്തർ വരുന്നു എന്ന് പറഞ്ഞൊരു ആദ്യം ഒരു ബഹളമുണ്ട്. റാവുത്തർ ചെല്ലുന്നു വരുന്നു പറഞ്ഞൊരു ബഹളമുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും പല മാരകായുധങ്ങളെടുത്ത് അദ്ദേഹം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ റാവുത്തറിനെ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. റാവുത്തർ എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത്. ഈ റാവുത്തർ ഒരു
ഡോറ് തുറന്നിട്ട് ഡോർ തുറന്ന് റാവുത്തർ ഇങ്ങനെ കുഞ്ഞു കയറുന്നതാണ് എൻ്റെ ഫസ്റ്റ് സീൻ. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ നെഞ്ചിലൊരു പേളിൻ്റെ ഒരു പച്ചകുത്തിലുണ്ട്. അതാണ് നമ്മൾ വിഷ്വൽ ആദ്യം കാണുന്നത്. പിന്നെ റാവുത്തറിൻ്റെ ഫേസ് കാണും. അതൊരു ബ്രില്യൻ്റ് ഇൻട്രോയാണ്. അവിടെ സൈലൻസ് വെച്ച് കളിച്ചിട്ടുണ്ട്. കാരണം അവിടെ സൈലൻസ് വർക്ക് ചെയ്യുന്ന വെച്ചാൽ റാവുത്തർ വരുന്ന കാരണം പലരും ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും എല്ലാവരും വീട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. ഇവരെല്ലാവരും ഇപ്പോൾ ഒരു അടി നടക്കും എന്ന് പറഞ്ഞൊരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ സൈലൻസിന് ഭയങ്കര ഭീകരത. ആ സൈലൻസ് അവിടെ ഒരു ഒരു ഗംഭീരമായൊരു എഫക്റ്റ് കൊടുക്കാനുണ്ട്. അവിടെ മ്യൂസിക് കൊടുക്കുന്നതിനേക്കാളും ആ സൈലൻസാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. ഇത് കണ്ടെത്തുന്നതാണ് ഒരു കമ്പോസറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കമ്പോസറിൻ്റെ മേന്മ അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എവിടെയാണ് സൈലൻസ് കൊടുക്കേണ്ടത്, എവിടെയാണ് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത്. എല്ലായിടത്തും മ്യൂസിക് ഇട്ടുണ്ടെന്നാൽ ആ മ്യൂസിക്കിനൊന്നും വിലയില്ല. സൈലൻസ് പ്ലേ ചെയ്യുന്നിടത്ത് സൈലൻസ് പ്ലേ ചെയ്യണം എന്നുള്ളതാണ്. അവിടെ അത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പിന്നെ പറയുന്ന ഗോഡ് ഫാദറിൽ 500 തീം. അത് സോ വല്ലാത്തൊരു സാധനമാണ് ആ മ്യൂസിക്. അതിൽ ഇപ്പോൾ നമുക്ക് ആ മ്യൂസിക് ഇടുന്ന നമുക്ക് 500 ഓർമ്മ വരും. അതിനപ്പുറത്തേക്ക് ഒരു കമ്പോസർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതിൽ ഈ KPS ലളിത മാം ഈ കുട്ടികളെ കിണറ്റിലിടാൻ പോകുന്നൊരു സീനാണ്. അവിടെ ഒരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് അവിടെ, കാരണം അതിന് തൊട്ട് മുന്നേ വരെ ആ ഹോൾ സീനിൻ്റെ എഫക്റ്റ് ഒരു കോമഡിയാണ്. ഇവർ വന്ന് നിൽക്കുന്നു, അവരെ അറിയില്ല എന്ന് ഇന്നസെൻ്റ് പറയുന്നു എന്നൊക്കെ പറയുന്ന സാധനം ഭയങ്കര ഒരു കോമഡിയാണ് അവിടെ വർക്ക് ചെയ്തത്. ഈ കോമഡി എന്ന് മാറുന്നത് സീരിയസ് ആവണം. ആ മൂഡ് എലവേറ്റ് ചെയ്യുന്നത് ഈ മ്യൂസിക്കിലാണ്. പിന്നെ അവരുടെ പെർഫോമൻസ് ഓഫ് കോഴ്സ്. അപ്പോൾ ഇതിനെല്ലാം ഈ ഇലവേഷൻ അല്ലെങ്കിൽ എൻഹാൻസ്മെൻ്റ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സാധനമാണ് ആ മ്യൂസിക്. പക്ഷേ അത് ആ മ്യൂസിക് കൊണ്ടാണ് അത് എലവേറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാനും പറ്റത്തില്ല. ഈ ഇടയ്ക്ക് നമ്മുടെ സൗണ്ട് ഡിസൈനർ മിക്സിങ്ങിനൊരു MR രാജേഷ് ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു, ഇപ്പം പ്രിയൻ സാറ് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട്, എടാ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഒരാൾ ഉഗ്ര മ്യൂസിക് ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് ആ മ്യൂസിക്കിന് എന്തോ കുഴപ്പമുണ്ടോ വിചാരിക്കണം എന്ന് പറയും. കാരണം സിനിമയുടെ ടോട്ടാലിറ്റിയുടെ ഒരു ഭാഗമാണ് മ്യൂസിക് മാത്രം ഒഴിച്ചു നിന്നതിനർത്ഥം സിനിമയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലൊരു സെൻസ് ഉണ്ട് ആ പറയുന്നതിന്. ഇതിപ്പോൾ ഞാൻ പറയുന്നവരെ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അങ്ങനൊരു മ്യൂസിക് ഉണ്ടെന്നുള്ളത്. പക്ഷെ ആ മ്യൂസിക്കും കൂടിയാണ് അത് എലവേറ്റ് ചെയ്തത്. സോ അതും ഒരു സ്കോർ കമ്പോസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ കഴിവാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എസ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കമ്പോസർ, നമ്മൾ ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ അദ്ദേഹത്തെ പറ്റി. ഹിറ്റ് സോങ്സും ഉണ്ട്. ഇപ്പോൾ ഈ 4 പടത്തിലും ഹിറ്റ് സോങ്സ് ഉണ്ട്. അതും ഏകാന്ത ചന്ദ്രികയായാലും ഉന്നമ്പറം തന്നെ പറഞ്ഞാൽ ഇപ്പോഴും വളരെ വൈറലാണ് ആ പാട്ടുകളൊക്കെ. പിന്നെ 1000 കിനാക്കളാൽ, അതും 3 തരത്തിലുള്ള മ്യൂസിക്. 1000 കിനാക്കളാൽ കഴിഞ്ഞ് അടുത്ത വരുന്നതിലുള്ള അനുപല്ലവിയും ചരണമൊക്കെ വേറെ വേറെ ട്യൂൺസാണ്. അതിനകത്തൊരു ഒരു ഡ്രാമ സോങ് വരുന്നുണ്ട്. പിന്നെ കാലമെൻ്റെ കൈകളിൽ വിലങ്ങിടുമ്പോഴും എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഒപ്പന സോങ് വരുന്നുണ്ട്. ഇതിലെല്ലാം കണക്ട് ചെയ്ത് 1000 കിനാക്കളിലോട്ട് കയറും. അതൊരു പിന്നെ കണ്ണീർ കായലിലേതോ കടലാസിൻ്റെ തോണി എന്ന് പറയുന്ന പാട്ടും അത് ആ സിനിമയിൽ യൂസ് ചെയ്തിട്ടില്ല, ചെറുതായിട്ട് വന്നു പോകുന്നേ ഉള്ളൂ. ഇൻഹെറിറ്റ് എന്നുള്ള പാട്ടുകളും ഗോഡ് ഫാദറിലെ പാട്ടുകളും നമ്മുടെ പാതിരവായി നേരം പരിനീർ കുളിരമ്പിളി ഭയങ്കര ഡിഫറെൻറ്റ് കോമ്പോസിഷൻസാണ്. നമ്മൾ ഭയങ്കര ഒരു എന്താ പറയുക, പുള്ളിയുടേതായിട്ടൊരു കയ്യൊപ്പുള്ള സിഗ്നേച്ചറുള്ള പച്ചക്കറിക്കായ തട്ട്, അതിൻ്റെ കമ്പോസർ എസ് ബാലകൃഷ്ണനാണ്. സോ എസ് ബാലകൃഷ്ണൻ ബേസിക്കലി ഹീസ് എ ഫ്ലൂട്ടിസ്റ്റ്. അപ്പോൾ ഈ മരിച്ചുപോയി അദ്ദേഹം. മരിക്കുന്നവരെ റഹ്മാൻ സാറിൻ്റെ KM മ്യൂസിക് കൺസർവേറ്ററിൻ്റെ ഫ്ലൂട്ട് മാസ്റ്ററായിരുന്നു അദ്ദേഹം. കാരണം റഹ്മാൻ സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കളിക്കളം ഒരു പടക്കളം എന്ന് പറയുന്ന ആ പാട്ടിൽ റഹ്മാൻ സാറാണ് അന്ന് ദിലീപ് കുമാർ കീബോർഡ് പ്രോഗ്രാമറായിരുന്നു. അദ്ദേഹത്തിനോടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹം ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം ഈ സിനിമകളൊക്കെ ഈ ഗോഡ് ഫാദറും ഇൻഹെറിറ്റ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യത്തിൽ നമ്മുടെ റെഫറൻസ് മെറ്റീരിയൽസ് ആണ്. ജയഹരി ചേട്ടൻ പറഞ്ഞു തീർന്നിട്ടില്ല, കേട്ട് നമ്മളും. അടുത്ത എപ്പിസോഡിൽ കാണാം.